ഷമി സാറേ, നമ്മളിപ്പോഴേ ഈ വണ്ടിയൊക്കെ വെള്ളത്തിൽ കുടുങ്ങി നിൽക്കുന്നില്ലേ, അതിന് ഇൻഷുറൻസ് കവറേജ് കിട്ടുമോ? അത് രണ്ട് രീതിയിലാണ്. അർജുന് മാത്രം ഇത് വളരെ സംശയമാണ്. നമ്മളൊരു ഫ്ലഡ് ഉണ്ടായി, നമ്മൾ വീട്ടിൽ കാർ പാർക്ക് ചെയ്തു, രാത്രി ചിലപ്പോൾ വെള്ളം പെട്ടെന്ന് പൊങ്ങി, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ പൊങ്ങി, എപ്പോഴല്ലേ വെള്ളം പൊങ്ങി, വണ്ടി മുങ്ങിപ്പോയാൽ അത് ഇൻഷുറൻസിൽ കവേർഡാണ്. അത് നാച്ചുറൽ കലാമിറ്റി കവേർഡാണ്. ഇനി അതല്ല, നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലഡ് കണ്ടു, നമുക്ക് ഒന്നെങ്കിൽ അതിന് മുമ്പ് വണ്ടി നിർത്തി നമുക്ക് തിരിച്ചു പോരാമായിരുന്നു. അല്ല, നമ്മൾ മനഃപൂർവ്വം വണ്ടി അതിലൂടെ പോകും എന്ന് കരുതി നമ്മളുകൊണ്ട് പോയി വണ്ടിയിൽ വെള്ളം കയറിയാൽ അത് ഇൻഷുറൻസിൽ കവേർഡല്ല. ഇനി അങ്ങനെ വന്നാൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, വണ്ടി ഓഫായി പോയാൽ, ഓഫാകാതെ പോകാൻ പറ്റിയ അത്യാവശ്യം നമ്മൾ കയറിപ്പോകും. ഓഫായി പോയാൽ അവിടെ വെച്ച് വണ്ടി നിർത്തുക. പിന്നെ വണ്ടി ഒരിക്കലും ക്രാങ്ക് ചെയ്താൽ എഞ്ചിൻ്റെ അകത്ത് മുഴുവൻ വെള്ളമാവും. ക്രാങ്ക് ചെയ്താൽ നമ്മൾ ഓഫായി പോയി എപ്പോൾ നിർത്തിയാൽ ഒന്ന് ഫ്ലഷ് ചെയ്ത് നമുക്ക് അത്യാവശ്യം കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ വണ്ടി ഒരിക്കലും ഓടിക്കരുത്. അവിടെ വെച്ച് ഓഫ് ചെയ്യുക, സർവീസ് സെൻറ്ററിൽ വിളിച്ച് വണ്ടി എടുക്കുക. അവർ സ്പോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ നടത്തി അത് ഇൻഷുറൻസ് കഴിയുന്ന രീതിയിൽ അവർ കവർ ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാറേ, എൻ്റെ വണ്ടി ഞാൻ എൻ്റെ പാർക്കിങ്ങിലാണ് നിർത്തിയിട്ടുള്ളത്.